ഇനി നെക്സ്റ്റ് വരുന്നത് ജിയോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇത് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾക്ക് കിട്ടിയില്ലേ, ഒരു ഫങ്ഷൻ കണ്ടിന്യൂസും അതുപോലെ തന്നെ നോൺ നെഗറ്റീവും ആണ് ഒരു ഇൻ്റർവെലിനകത്ത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയയാണ് അതിൻ്റെ ഇൻ്റഗ്രൽ എന്നിപ്പോൾ നമ്മൾ ഇത്ര ഇതെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അതിൻ്റെ ഏരിയയാണ് നമുക്കത് എന്ത് തരിക, അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ആണ് നമുക്കതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ട് കണ്ടെത്താൻ കഴിയുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെയൊക്കെ വരച്ച ഗ്രാഫിൽ നമ്മളുടെ ഫങ്ഷൻ എന്തായിരുന്നു, ഫങ്ഷൻ എപ്പോഴും മുകളിലൂടെ മാത്രമായിരുന്നു അല്ലേ പോയിരുന്നത്, അതായത് നമ്മളുടെ എക്സ് ആക്സിസിൻ്റെ മുകളിലൂടെ. ഇപ്പോൾ ഞാൻ ഇവിടെ ഇനി വരക്കുന്നത് എക്സ് ആക്സിസിൻ്റെ മുകളിലും താഴത്തു കൂടെയും കൂടെ പോകുന്ന ഗ്രാഫാണ്. അതായത് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിൽ ഇത് പോസിറ്റീവ് ഭാഗമാണ് അല്ലേ, ഇത് അതിൻ്റെ തന്നെ നെഗറ്റീവ് പോർഷൻ. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ഗ്രാഫിൻ്റെ ഏരിയ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്നുള്ളത്. ഇപ്പോൾ നേരത്തെയൊക്കെ ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നു, നമ്മളൊരു ഫങ്ഷൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആയിരുന്നു വരച്ചിരുന്നത് അല്ലേ, ഇങ്ങനെ ഒരു ഫങ്ഷൻ എടുത്തു. അപ്പോൾ നമുക്ക് അതിൽ റെക്റ്റാങ്കിൾസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഏരിയ കണ്ടെത്തിയിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ ഇനി ഇവിടെ ഈ ഇങ്ങനൊരു ഫംഗ്ഷനാണ് നമുക്ക് y = f(x) എന്ന് പറയുന്നത് ഇങ്ങനൊരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. അതായത് ഒരു പോർഷൻ എക്സ് ആക്സിസിൻ്റെ ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കും ഒരു റീജിയൻ എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് പോർഷനിൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. നമുക്ക് ക്ലോസ് ഇൻ്റർവൽ AB എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ A എന്നുള്ള റീജിയൻ ഇങ്ങനെ വരച്ച് വരുമ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾസ് താഴെയാണ് വരിക അല്ലേ, താഴെയാണ് നമ്മളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റീജിയൻ വരിക. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ B. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ റെക്റ്റാങ്കിൾ എങ്ങനെ ഫോം ചെയ്യാം, ഇങ്ങനെ ഇവിടെ അല്ലേ, ഇവിടെ ഫസ്റ്റ് വന്ന് പിന്നെ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ റെക്റ്റാങ്കിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ അതുപോലെ വരയ്ക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമുക്കറിയാം അല്ലേ ടോട്ടൽ ഏരിയ. അപ്പോൾ നമ്മൾ ഇതുവരെ ടോട്ടൽ ഏരിയ നമ്മൾ കാണാനുള്ള ഇക്വേഷനൊക്കെ പഠിച്ചു. റീമാൻ സംഭവിച്ചിട്ട് എന്തായിരുന്നു, ഇൻ്റഗ്രൽ A to B f(x) dx എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്, ലിമിറ്റ് നോൺ p ടെൻസ് ടു 0 അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം അല്ലേ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k = 1 to n f(ck) × Δx(k). ഇതാണ് നമ്മളുടെ റീമാൻ സം എന്ന് പറയുന്നത്. ഒന്നുകിൽ നോൺ p ടെൻസ് ടു 0 എന്ന് എഴുതാം അല്ലെങ്കിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഏരിയ വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എക്സ് ആക്സിസിൻ്റെ മുകളിൽ വരുന്ന ഭാഗമാണ്, ഇത് എക്സ് ആക്സിസിൻ്റെ താഴെ വരുന്ന ഭാഗമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ മുകളിൽ വരുന്ന ഈ പോർഷൻ ഇതിൻ്റെ ഏരിയ, അതായത് ഈ ഏരിയയും ഈ ഏരിയയും അല്ലേ, അത് മൈനസ് താഴെ വരുന്ന ഈ ഏരിയ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏരിയ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏരിയ മുകളിൽ വരുന്നത് ഈ ഏരിയ അല്ലേ, ഇതും ഏരിയ. അപ്പോൾ ഈ രണ്ട് ഏരിയ മൈനസ് ഇതിൻ്റെ ഏരിയ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ A to B f(x) dx = area of the region above closed interval AB minus area of the region below closed interval AB. ഇങ്ങനെയാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഒരു ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്താവണം, കണ്ടിന്യൂസും ആവണം, അതുപോലെ തന്നെ നോൺ നെഗറ്റീവും. കണ്ടിന്യൂസ് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഫംഗ്ഷൻ എന്തായാൽ മതി, കണ്ടിന്യൂസ് ആയാൽ മതി ഇല്ല, ഇവിടെ ബ്രേക്ക് ഒന്നും വരുന്നില്ല, കണ്ടിന്യൂസ് ആയാൽ മതി. അതുപോലെ തന്നെ നോൺ നെഗറ്റീവ് ആയാൽ മതി. ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ AB-നകത്ത് ഡിഫൈൻ ചെയ്യുന്ന അങ്ങനെ ഒരു ഇൻ്റർവെലിനകത്ത് ഡിഫൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇൻ്റഗ്രൽ, ഇപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് നമുക്ക് എന്താ കിട്ടി, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ആണ് അല്ലേ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നേരത്തേക്ക് എടുത്തപ്പോൾ മുകളിൽ ഒരു എക്സ് ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ മുകളിൽ വരുന്ന പോർഷൻ മാത്രമേ ഉള്ളൂ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഫംഗ്ഷൻ എന്താ വരിക, താഴത്തേക്കും കൂടെ, അതായത് എക്സ് ആക്സിസിൻ്റെ മുകളിലും താഴെയായിട്ട് വരുന്ന റീജിയൻ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളുടെ C1 ഉള്ള പോയിന്റ് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, f(c1) ഉണ്ടായിരിക്കും.
അതുപോലെ ഇവിടെ എന്തോരും C2, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് F(C2) ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഒരു C3 അല്ലെങ്കിൽ C4 ഉണ്ട് വിചാരിച്ചു, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് F(C4) ഉണ്ടാവും. പക്ഷെ അതിൻ്റെ സൈന് നെഗറ്റീവ് ആയിരിക്കും. അതാണ് നമ്മളുടെ ഡിഫറൻസ് വരുന്നത്. ഇവിടെ ഹൈറ്റ് പോസിറ്റീവായിട്ടും ഇവിടെ നെഗറ്റീവായിട്ടും, പക്ഷേ ഹൈറ്റ് നമ്മൾ ഒരിക്കലും നെഗറ്റീവും പോസിറ്റീവായിട്ട് എടുക്കില്ല. അപ്പോൾ പക്ഷേ ടോട്ടൽ ഏരിയ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു A to B എന്നുള്ളതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് മുകളിലുള്ളതിൻ്റെ ഏരിയ മൈനസ് താഴെയുള്ളതിൻ്റെ. അപ്പോൾ മുകളിൽ പറയുമ്പോൾ ഇത്രയും റീജിയൻ, പിന്നെ അതും കൂടെ ചെയ്തതിന് ശേഷം താഴെയുള്ള. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? ഏരിയ ഓഫ് ദ റീജിയൻ എബവ് ക്ലോസ്ഡ് ഇൻ്റർവൽ AB മൈനസ് ഏരിയ ഓഫ് ദ റീജിയൻ ബിലോ ക്ലോസ്ഡ് ഇൻ്റർവൽ AB. ഇത്രയേ ഉള്ളൂ ഈ ഇതിൽ പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള കണക്ഷനാണ്. നെക്സ്റ്റ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസിൻ്റെ കേസ് പറഞ്ഞിരുന്നു. ഡിസ്റ്റൻസും ഏരിയയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മളൊരു പോർഷൻ നേരത്തെ പറഞ്ഞതായിരുന്നു. എങ്ങനെയായിരുന്നു ഡിസ്റ്റൻസും ഏരിയ എന്ന് പറയുന്നത്? നമ്മളൊരു വെലോസിറ്റി ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. y = f(x) എന്നുള്ളതിന് പകരം y = v(t) എന്നുള്ളൊരു വെലോസിറ്റി ഫംഗ്ഷൻ, അതായത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, ഒരു വാഹനം എന്തോ ആയിക്കോട്ടെ, നമ്മൾ മൂവ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു പെർട്ടിക്കുലർ A to B എന്നുള്ള ആ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫംഗ്ഷനാണ് y എന്നുള്ളത് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എങ്ങനെയായിരുന്നു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏരിയൻ്റെ പോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഇനി അതും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ നമുക്ക് എങ്ങനെ കണക്ഷൻ കൊണ്ടുവരാം? അപ്പോൾ ഇവിടെ v(t) എന്നുള്ളത് എന്താണ്? നമ്മളുടെ നോൺ നെഗറ്റീവ് വെലോസിറ്റി ഫംഗ്ഷനാണ്. നോൺ നെഗറ്റീവ് വെലോസിറ്റി ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ ട്രാവലിംഗ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ t=a ആൻഡ് t=, ഇപ്പോൾ t=a എന്നുള്ള ടൈമിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫംഗ്ഷനാണ് v(t). ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതാണ്. ദെൻ ഈസ് ദ ഏരിയ ഓഫ് ദ റീജിയൻ വെലോസിറ്റി ഓഫ് ദി ഫംഗ്ഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഏരിയ നമുക്ക് ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫംഗ്ഷൻ എന്നുള്ളത് എന്തായിരിക്കും? അതിൻ്റെ ആ ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്നുള്ളതിൻ്റെ വെലോസിറ്റി ഫംഗ്ഷൻ്റെ ഏരിയ ആയിട്ടാണ് നമുക്ക് കിട്ടുക, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ വാല്യൂ, ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ A to B f(x) dx നേരത്തെ എന്താ പറഞ്ഞത്? σ = 1 to n, അതിൻ്റെ ഏരിയ ആണെന്ന് പറയുന്നു അല്ലേ, SP, അതായത് റീമാൻ സം ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഇൻ്റഗ്രൽ A to B v(t) dt, അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ A to B അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ബിറ്റ്വീൻ t=a ആൻഡ് t=b അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വെലോസിറ്റി ഫംഗ്ഷൻ്റെ v(t) എന്നുള്ള ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ബിറ്റ്വീൻ A ആൻഡ് B. നമ്മൾ ഡിസ്റ്റൻസ് വെച്ചിട്ട് എന്താക്കിയെന്ന് പറഞ്ഞു? ഡിസ്പ്ലേസ്മെൻറ്റ് ആക്കിയിട്ട് ഇൻ്റഗ്രൽ വാല്യൂവിനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ s(t) എന്നുള്ളൊരു ഫംഗ്ഷൻ, s(t) എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്തായിരിക്കും? പൊസിഷൻ ആയിരിക്കും അല്ലേ. ഡിനോട്ട് s എന്ന് പറയുമ്പോൾ പൊസിഷൻ. അപ്പോൾ s(t) ഡിനോട്ട് ദ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എനി ടൈം t സ്റ്റാർട്ട് ചെയ്യുന്നതോ എൻഡ് ചെയ്യുന്നതോ ഏതായിക്കോട്ടെ, t ഏതോ ആയിക്കോട്ടെ, അതിൽ t എന്നുള്ള ടൈമിൽ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷനെയാണ് നമ്മൾ s(t) എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലേ, A to B എന്നുള്ളക്ക് മൂവ് ചെയ്യുന്ന ഒരു v(t) എന്നുള്ളൊരു വെലോസിറ്റി ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് ഡിനോട്ട് ചെയ്യുന്നത്? s(t). അറ്റ് അപ്പോൾ t= ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ A എന്നുള്ള ഈ ഒരു A ആകുമ്പോൾ t=a ആകുന്ന ഈ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള പൊസിഷനെ പറയുന്നതാണ് s(a), ഡിനോട്ട് ചെയ്യുന്നതാണ് s(a). അതുപോലെ t=b, ഇതിനെ ഡിനോട്ട് t= ഫൈനൽ പൊസിഷന് നമ്മളൊരു ഇക്വേഷൻ വരുന്നത് s(b) ആണ്. s(b) = s(a) പ്ലസ് ഇൻ്റഗ്രൽ A to B v(t) dt. അപ്പോൾ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഫ്രം A to B എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് A ആൻഡ് എൻഡിങ് ഇൻ B എന്നാണ് അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ്റെ ഫംഗ്ഷൻ നമ്മൾ s(a) തന്നെയാണ്. പക്ഷേ എൻഡിങ്ങിൽ ഇത്രയും ദൂരം കവർ ചെയ്ത് പോകുന്നു അല്ലേ. അപ്പോൾ എൻഡിങ്ങിൽ ഇത്രയും കൂടെ ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് എൻഡിങ്ങിൽ ഇക്വേഷൻ എന്താ വരുന്നത്? s(a) പ്ലസ് ഇൻ്റഗ്രൽ s(a) എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനും ബാക്കി ഇതിൻ്റെ എത്രയാണോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിന് സംഭവിക്കുന്നത് അതാണ് പറയുന്നത്. അപ്പോൾ s(b) എന്ന് പറയുന്നത് s(a) പ്ലസ് ഇൻ്റഗ്രൽ A to B v(t) dt.
അപ്പോൾ ക്ലിയർ ആയില്ല. അപ്പോൾ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ടി ഈക്വൽ ടു എയിൽ നിന്നും ടി ഈക്വൽ ടു ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ള പൊസിഷൻ. അതിൽ ഫസ്റ്റ് ടൈം ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എസ് ഓഫ് എ അല്ലേ. ഫൈനൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു പാർട്ടിക്കിൾ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള പൊസിഷൻ പ്ലസ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ വരില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള പൊസിഷൻ പ്ലസ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും കൂടെയാണ് എന്ത് വരുന്നത്? ഫൈനൽ പൊസിഷൻ അറ്റ് ടി ഈക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നതിൻ്റെ എന്തെഴുതാം? ഇവിടെയും ഗ്രാഫ് എന്താണ്? നമുക്ക് വെലോസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് ഇപ്പോൾ എക്സ് ആക്സിസിൻ്റെ മുകളിലോ താഴെയൊക്കെ ആയിട്ട് വരാം അല്ലേ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി റീജിയൻ എബോവ് ക്ലോസ് ഇൻ്റർവൽ എ ബി മൈനസ് ഏരിയ ഓഫ് ദി റീജിയൻ ബിലോ ക്ലോസ് ഇൻ്റർവൽ എ ബി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദി റീജിയൻ എബോവ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ അല്ലേ. പോസിറ്റീവ് മുകളിലുള്ള ക്ലോസ് എക്സ് ആക്സിസിൻ്റെ മുകളിലാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷനിലൂടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് മൈനസ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലും പോസിറ്റീവ് ഡയറക്ഷനിലൂടെയും പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഏരിയയിൽ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ്, അതായത് ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനിൽ നിന്നും y ഈസ് ഈക്വൽ ടു വി ഓഫ് ടി എന്നുള്ള വെലോസിറ്റി ഫംഗ്ഷൻ ആക്കി മാറ്റുമ്പോൾ വരുന്ന ചേഞ്ചുകളാണ് ഈ പറയുന്നത്. ഏരിയ എന്നുള്ളത് എന്തായിട്ട് മാറും? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ എന്നായി മാറും അല്ലേ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഫ്രം പോസിറ്റീവ് ഡയറക്ഷൻ മൈനസ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. അതാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. നെഗറ്റീവ് ഡയറക്ഷനിലും പോസിറ്റീവ് ഡയറക്ഷനിലും കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതാണ് നമുക്ക് എന്ത് വരിക? ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ടി ഈക്വൽ ടു എ ടു ടി ഈക്വൽ ടു ബി. അപ്പോൾ നമുക്ക് ഇത്രേ പറയുന്നുള്ളൂ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിസ്പ്ലേസ്മെൻറ്റും വി ഓഫ് ടി നമ്മൾ നേരത്തെ എടുത്തതിന് പകരം ഇവിടെ ഫംഗ്ഷൻ വി ഓഫ് ടി എന്നുള്ള ഒരു വെലോസിറ്റി ഫംഗ്ഷൻ നോൺ നെഗറ്റീവും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? ഡിസ്പ്ലേസ്മെൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൊസിഷൻ ഫംഗ്ഷനും ഒക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഏരിയ തന്നെ ആയിരുന്നു അല്ലേ. ഏരിയ തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഏരിയ ഓഫ് ദ റീജിയൻ എന്നുള്ളത് നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ഡി ടി അതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മുകളിലും താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിലും താഴെയും കൂടെ വരുമ്പോഴാണ് ഇത് വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ഇവിടെ എസ് ഓഫ് ഇ സ്റ്റാർട്ടിങ്ങിലെ പൊസിഷൻ, എൻഡിങ്ങിൽ എസ് ഓഫ് ബി എന്നാണ്. എസ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ടോട്ടൽ എസ് ഓഫ് എ പ്ലസ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയൊക്കെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് വി ഓഫ് ടി കാണാൻ ഇങ്ങനെ ആക്കിക്കൊണ്ട് ഏരിയയിൽ നിന്നും ഡിസ്റ്റൻസിലേക്ക്, ഡിസ്റ്റൻസിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം. അപ്പോൾ നമ്മളുടെ പ്രോബ്ലം വരുന്നത് ദ വെലോസിറ്റി ഫംഗ്ഷൻ ഓഫ് എ കാർ മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് റോഡ് ഈസ് ഗിവൺ ബൈ വി ഓഫ് ടി ഈക്വൽ ടു ടി മൈനസ് 20. അപ്പോൾ നമുക്ക് ഒരു വെലോസിറ്റി ഫംഗ്ഷനാണ് അല്ലേ. കാറ് മൂവ് ചെയ്യുന്ന സ്ട്രൈറ്റ് റോഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു കാറിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് എന്നാണ് ടി മൈനസ് 20. അവിടെ ടി വാരി ചെയ്യുന്നത് 0-ൻ്റെയും 40-ൻ്റെയും ഇടയിലാണ്. പിന്നെ വി ഓഫ് ടി ഈസ് മെഷേർഡ് ഇൻ ഫീറ്റ് പെർ സെക്കൻഡിലാണ് വി ഓഫ് ടി മെഷർ ചെയ്തിട്ട് ആൻഡ് ടി ഇൻ സെക്കൻഡ്. ഷോ ദാറ്റ് അറ്റ് ടി ഈക്വൽ ടു 40, അതായത് ടൈം 40 ആകുമ്പോൾ കാർ വിൽ ബി ഇൻ ദ സെയിം പൊസിഷൻ ആസ് ഇറ്റ് വാസ് ഇനീഷ്യലി. അതായത് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ. ടൈം നമുക്കറിയാം, ടൈം ഇവിടെ ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിൽ നിന്നും എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? 40-ലുമാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എസ് ഓഫ് 0 അല്ലേ. അതാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ ടി ഈക്വൽ ടു എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് എന്താണ്? 40 ആണ് അല്ലേ. നമുക്ക് കിട്ടും എ ഈക്വൽ ടു 0, ബി 40 ആണ്. അപ്പോൾ എസ് ഓഫ് എ എന്ന് പറയുന്നത് എസ് ഓഫ് 0 അല്ലേ. ഈ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇതന്നെയാണ് എന്തെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഷോ ദാറ്റ് അറ്റ് ടി ഈക്വൽ ടു 40 കാർ വിൽ ബി ഇൻ ദ സെയിം പൊസിഷൻ ആസ് ഇറ്റ് ഇനീഷ്യലി. അപ്പോൾ എസ് ഓഫ് എ ഈക്വൽ ടു എസ് ഓഫ് 0 ഇതാണ് കിട്ടില്ലേ. അതേപോലെ തന്നെ എസ് ഓഫ് ബിയും, എസ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? എസ് ഓഫ് 40. ഇത് എസ് ഓഫ് 0-നോട് ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഷോ ദാറ്റ് അറ്റ് ടി ഈക്വൽ ടു 40 അല്ലേ. ടി ഈക്വൽ ടു 40 ആകുമ്പോൾ കാർ വിൽ ബി ഇൻ ദ സെയിം പൊസിഷൻ ആറ്റ് ഇറ്റ് വാസ് ഇനീഷ്യലി. ഇനീഷ്യലിൽ എന്തായി, എവിടെയായിരുന്നു പൊസിഷൻ, ആ പൊസിഷൻ തന്നെയാണ് ഇതെന്ന് പ്രൂവ് ചെയ്യണം നമുക്ക്. അതായത് നമ്മൾക്കറിയാം എസ് ഓഫ്
ബി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇക്വേഷൻ പഠിച്ചു അല്ലേ, എസ് ഓഫ് എ പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ഡി ടി ആണ് അല്ലേ. ഇത് ഈക്വൽ ടു എന്താണെന്ന് തന്നെ കിട്ടണം നമുക്ക്, എസ് ഓഫ് സീറോ ആണെന്ന് തന്നെ കിട്ടണം. എസ് ഓഫ് സീറോ എന്ന് ഇവിടെ എസ് ഓഫ് എ അല്ലേ, അതായത് എസ് ഓഫ് ബി ഈക്വൽ ടു എസ് ഓഫ് എ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമുക്ക് വെലോസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? വി ഓഫ് ടി ഈക്വൽ ടു ടി മൈനസ് 20. അത് നമുക്ക് എഴുതാം, വി ഓഫ് ടി ഈക്വൽ ടു ടി മൈനസ് 20. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം അല്ലേ. ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, ടിക്ക് 0 കൊടുത്തു. ടിക്ക് 0 കൊടുക്കുമ്പോൾ വി ഓഫ് ടി എന്താ വരിക, -20 അല്ലേ. അപ്പോൾ ഒരു പോയിൻ്റ് കിട്ടി, 0 -20 എന്നുള്ള ഒരു പോയിൻ്റ് കൊടുത്തു. ഇനി അടുത്തത് ഞാൻ ടിക്ക് 20 കൊടുത്തു ചോദിച്ചു. ടിക്ക് 20 കൊടുക്കുമ്പോൾ വി ഓഫ് ടി എന്താ വരിക, വി ഓഫ് ടി എന്ന് പറയുന്നത് 20 മൈനസ് ടിക്ക് 20 കൊടുത്തപ്പോൾ എന്ത് വരും, 20 - 20 അല്ലേ, 0 എന്ന് വരും. അപ്പോൾ വി ഓഫ് ടി ഈക്വൽ ടു 0. അപ്പോൾ ഒരു പോയിൻറ്റ് 20 0 എന്ന് അല്ലേ. അപ്പോൾ 2 പോയിൻ്റ് കിട്ടി, 20 0 അതുപോലെ തന്നെ 0 -20 എന്ന് വരും. അപ്പോൾ ഞാൻ ഗ്രാഫ് വരക്കുകയാണ്. ഇങ്ങനെ പോയിട്ട് 0 10 ഡിസ്റ്റൻസ് 10 ആണ് ഞാൻ എടുക്കുന്നത്, 10 20 ഇങ്ങനെ എടുക്കുക. അതായത് 10 ഡിസ്റ്റൻസിൽ കൊടുക്കുക, 30 40 പിന്നെ അതുപോലെ തന്നെ ഇവിടെ 10 -10 -20 10 20 ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻ്റ് ഏതൊക്കെയാണ്, 0 -20. 0 -20 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഇവിടെ പോയിൻ്റ് അല്ലേ. 0 -20 പറയുന്നത് ഇവിടെയാണ് പോയിൻ്റ്. അതുപോലെ തന്നെ അടുത്തത് എന്താ പറയുന്നത്, 20 0 എന്ന് പറയുമ്പോൾ ഇവിടെ. അപ്പം നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെയാണ് അല്ലേ. ഇതിൻ്റെ ഇടയിലുള്ള പോയിൻറ്റ്സ് ഒന്നും ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് എൻ പോയിൻറ്റ്സുകൾ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ നമുക്ക് -20 0 -20 എന്നുള്ളതും 20 0 എന്നുള്ള ഈ 2 പോയിൻറ്റ്സ് കിട്ടി. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നതെന്ന് കിട്ടില്ലേ. നമുക്ക് 40 നമുക്കറിയാം 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. 0 to ടി വാരി ചെയ്യുന്നത് എവിടെ നിന്നാണ്, ടി 0 to 40 ആണെന്നുള്ളത് നമ്മൾ പ്രോബ്ലത്തിൽ തന്നിരുന്നു. ടി വാരി ചെയ്യുന്നത് 0-ൻ്റെയും 40-ൻ്റെയും ഇടയിലാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ അത് അവസാനിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊസിഷൻ കിട്ടും. അപ്പോൾ ഇനി ഇവിടെ ഇതിൻ്റെ റീജിയൻ വരുന്നത് ഇതാണല്ലേ. ഇത് നമുക്ക് എക്സ് ആക്സിസിൻ്റെ താഴെയും വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ് ആക്സിസിൻ്റെ മുകളിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ S1 ഇതിന് S2 എന്നുള്ള റീജിയനും കൊടുത്താൽ ഇതെന്താ വരുന്നത് നോക്കുക. ഞാൻ വരച്ചതിൽ നേരെ സ്കെയിലൊക്കെ എടുത്ത് വരച്ചാൽ മതിയിട്ട്, അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ S1 ഉള്ള ഈ റീജിയൻ ഇതെവിടെ വരുന്നത്, എക്സ് ആക്സിസിൻ്റെ താഴെ അല്ലേ. S1 ഉള്ള റീജിയൻ എക്സ് ആക്സിസിൻ്റെ താഴെയാണ്, അതുപോലെ തന്നെ S2 എന്ന് പറയുന്നത് എക്സ് ആക്സിസിൻ്റെ മുകളിലുമാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻറ്റഗ്രൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏരിയ ഓഫ് റീജിയൻ എബവ് ദ എക്സ് ആക്സിസ് മൈനസ് ഏരിയ ഓഫ് ദ റീജിയൻ ബിലോ ദ എക്സ് ആക്സിസ് അല്ലേ. ഈ ഒരു ഇതെന്താണ് മുകളിലുള്ള പോർഷൻ, എപ്പോഴും റെക്റ്റാങ്കിൾ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല, ട്രയാങ്കിളും ആയില്ലേ. ഇപ്പോൾ ഇത് നോക്കുക, അതെന്താണ്, ഒരു ട്രയാങ്കിളാണ് അല്ലേ. ട്രയാങ്കിളിൻ്റെ ഇതിൻ്റെ ബേസ് എന്താ വരുന്നത്, ഇതിൻ്റെ വിഡ്ത്ത് ഇവിടെ 10 10 20 അല്ലേ, 20 വരുന്നത്. അപ്പോൾ ടോട്ടൽ 20 വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുക, ഇതിൻ്റെ ഹൈറ്റ് എന്താ വരുന്നത് 20 തന്നെയാണ് അല്ലേ. അത് കറക്റ്റ് 20 തന്നെയാണ് എത്ര വരുന്നത്, നമുക്ക് 20 തന്നെയാണ്. അപ്പോൾ 20. പിന്നെ അതുപോലെ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിലും 20 ഹൈറ്റ് 20യും അതുപോലെ തന്നെ വിഡ്ത്ത് എന്താ വരുന്നത് 20 ആണ് വരുന്നത്. അപ്പം നമുക്ക് ഹാഫ് BH എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും, ഹാഫ് BH എന്ന് വരും അല്ലേ, ഹാഫ് BH. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഈ S2ൻ്റെ ഏരിയ മൈനസ് S1ൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 40 വി ഓഫ് ടി ഡി ടി ഇങ്ങനെയല്ലേ വരിക. ടി വാരി ചെയ്യുന്നത് 0 to 40 ആണ്, വി ഓഫ് ടി ഡി ടി എന്താ വരുന്നത്, ഏരിയ ഓഫ് S2 മൈനസ് ഏരിയ ഓഫ് S1 എഴുതുക അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് S2 എന്ന് പറയുമ്പോൾ എന്ത് വരും, ഹാഫ് BH മൈനസ് ഹാഫ് BH എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും, ഹാഫ് ഇൻറ്റു 20 × 20 മൈനസ് ഹാഫ് ഇൻറ്റു 20 × 20 അല്ലേ. അപ്പോൾ എന്ത് വരും, 0 എന്ന് വരും അല്ലേ, ആൻസർ 0 വരും. അപ്പം നമുക്ക് S40 ഇനി എന്താ കാണേണ്ടത്, S40 ആണ് കാണേണ്ടത് അല്ലേ. S40 എന്ന് പറയുമ്പോൾ എന്താ എഴുതുക, S40 എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ എന്താ പഠിച്ചത്, S(b) എന്ന് പറഞ്ഞാൽ S(a) പ്ലസ് ഇൻറ്റഗ്രൽ A to B വി ഓഫ് ടി ഡി ടി അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ
അതെഴുതാം. എസ് ഓഫ് ബി എന്ന് പറയുന്നത് എസ് ഓഫ് എ പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ഡി ടി ആണ് അല്ലേ. ഇവിടെ ബി എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ എന്ത് വരും? എസ് ഓഫ് 40 ഈക്വൽ ടു എസ് ഓഫ് 0 പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ബി എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ 0 ടു 40 വി ഓഫ് ടി ഡി ടി. ഇതിപ്പോൾ എന്താണെന്ന് നമുക്ക് കിട്ടി? ഇൻറ്റഗ്രൽ എ ടു 0 ടു 40 വി ഓഫ് ടി ഡി ടി എന്താണെന്ന് കിട്ടി? 0 ആണ് കിട്ടിയില്ലേ. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു എസ് ഓഫ് 0 പ്ലസ് 0 എന്ന് വരും. അപ്പോൾ എസ് ഓഫ് 40 ഈക്വൽ ടു എന്ത് വരും? എസ് ഓഫ് 40 ഈക്വൽ ടു എസ് ഓഫ് 0 എന്ന് വരും. അപ്പോൾ തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഒരു കാറ് മൂവ് ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? വെലോസിറ്റി ഫംഗ്ഷൻ എടുത്തു. ആ വെലോസിറ്റി ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെടുത്തു? അങ്ങനെ വരച്ചു അല്ലേ. ടി ഈക്വൽ ടു 0ലും വി ഓഫ് ടിയുടെ വാല്യൂ എഴുതി. ടി ഈക്വൽ ടു 20ൽ വി ഓഫ് ടിയുടെ വാല്യൂ റീജിയൻ വരച്ചു. അപ്പോൾ നമുക്ക് റീജിയൻ ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഏരിയ ഓഫ് ദ റീജിയൻ S2 മൈനസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലേ, ഇതിൻ്റെ S2 മൈനസ് S1 എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താ വരുന്നത്? ഹാഫ് ഇൻറ്റു ഇത് ലെങ്ത്ത് എന്താ വരുന്നത്? ലെങ്ത്ത് 20 ആണ്. അതുപോലെ തന്നെ ബ്രെഡ്ത്തും എന്താണ്? 20 വരുന്നത്. ഇതിൻ്റെ ആണെങ്കിലും ബ്രെഡ്ത്ത് 20 ആണ്, ലെങ്ത്തും എന്താണ്? 20 വരുന്നത്. അപ്പോൾ 0 എന്ന് വരും. ഇതിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? എസ് ഓഫ് 40 ഈക്വൽ ടു അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എസ് ഓഫ് 40 ഈക്വൽ ടു എസ് ഓഫ് 0 പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു 40 വി ഓഫ് ടി ഡി ടി. അപ്പോൾ ഇത് 0 എന്ന് കിട്ടുമ്പോൾ ഇതിനോട് ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു റീജിയനിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇൻ്റഗ്രൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ പ്രോപ്പർട്ടീസ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. എല്ലാത്തിൻ്റെയും പ്രൂഫൊന്നും നമുക്ക് പഠിക്കാമല്ല. 2-3 പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് സീറോ വിഡ്ത്ത് ഇൻ്റഗ്രൽ. ഇതൊക്കെ നമ്മൾ +2 പഠിച്ച സെയിം കാര്യം തന്നെയാണ്. അവിടെ നമ്മൾ പ്രൂഫായിട്ടൊന്നും പറയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ റീമാൻ സം എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ നമ്മൾ കൊടുന്നപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ സീറോ വിഡ്ത്ത് ഇൻ്റഗ്രൽ ഫോർ എനി ബൗണ്ടഡ് ഫംഗ്ഷൻ എഫ് എന്നുള്ളൊരു ബൗണ്ടഡ് ഫംഗ്ഷനിലെ ഇൻ്റഗ്രൽ a to a f of x dx എന്താണ്? 0 ആണ് അല്ലേ. അത് ഓൾവേസ് നമുക്കറിയാം. ഇൻ്റഗ്രൽ a to a f of x dx ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. ഒരു ഫംഗ്ഷൻ്റെ അപ്പറും ലോവർ ലിമിറ്റും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 0 ആണ്. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. ഇഫ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ് ഇൻ്റർവൽ a b then integral a to b f of x dx equal to minus integral b to a f of x dx. ഇത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അതായത് ലോവർ അപ്പർ ഇൻ്റഗ്രലിൽ പരസ്പരം നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? നമ്മളുടെ ഒരു സൈന് മാറും അല്ലേ. അതായത് ഇൻ്റഗ്രേഷനിൽ a to b എന്നുള്ളത് നമ്മൾ b to a എന്നാക്കി മാറ്റുമ്പോൾ ഇവിടെ എന്ത് വരും? നെഗറ്റീവ് സൈൻ വരും. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി വരുന്നത്. ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ, ഓർഡർ ചേഞ്ച് ചെയ്ത് വരും. അടുത്തത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ. കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എഫ് ഇൻ്റഗ്രബിൾ ക്ലോസ് ഇൻ്റർവൽ a b ആണെന്നുണ്ടെങ്കിൽ ദെൻ ഫോർ എനി റിയൽ നമ്പർ k, ഏതൊരു റിയൽ നമ്പർ k എടുത്താലും ഇൻ്റഗ്രൽ a to b k f of x dx ഈക്വൽ ടു k ഇൻറ്റു ഇൻ്റഗ്രൽ a to b f of x dx അല്ലേ. നമുക്കറിയാം നമ്മൾ ഇൻ്റഗ്രേഷൻ സാധാ ചെയ്യുമ്പോൾ തന്നെ കോൺസ്റ്റൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും? പുറത്തെടുത്തിട്ട് ബാക്കി വാല്യൂസിന് എന്ത് ചെയ്യും? ഇൻ്റഗ്രേഷൻ കൊടുക്കും. ഇങ്ങനെ എഴുതാറുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് സം ആൻഡ് ഡിഫറൻസ്. സം ആൻഡ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എഫും ജിയും 2 ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. സം ഡിഫറൻസ് നമ്മൾ പറയുമ്പോൾ എന്തായാലും അവിടെ 2 ഫംഗ്ഷൻ ആവശ്യമാണ്. എഫ് ജി എന്ന് പറയുന്നത് 2 ഇൻ്റഗ്രൽ ഫംഗ്ഷൻസ് ആണ്. അത് രണ്ടും എന്താണ്? ഇൻ്റഗ്രബിൾ ആണ് ഓവർ ക്ലോസ് ഇൻ്റർവൽ a b. ദെൻ ഇൻ്റഗ്രൽ a to b f of x plus or minus g of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b f of x dx പ്ലസ് ഇൻ്റഗ്രൽ a to b g of x dx. ഇതൊക്കെ ഞാൻ ഈ ചാപ്റ്റർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് അഡിറ്റിവിറ്റി. അഡിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എഫ് ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ a b ആൻഡ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ b c. ഒരു ഫംഗ്ഷൻ തന്നെ 2 റീജിയൻ്റെ അകത്ത്, അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ a bയിലും അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവൽ b cയിലും ഇൻ്റഗ്രബിൾ ആണെന്നുണ്ടെങ്കിൽ എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ a c. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻ്റഗ്രൽ a to b f of x dx പ്ലസ് ഇൻ്റഗ്രൽ b to c f of x dx ഈക്വൽ ടു a to b b to c എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? a to c അല്ലേ. ഇൻ്റഗ്രൽ a to c f of x dx. പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത്
നെക്സ്റ്റ് രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് ഇതിൻ്റെ പ്രൂഫൊക്കെ വരുന്നുണ്ട്. അടുത്തതാണ് മാക്സിമം മിനിമം ഇനീക്വാലിറ്റി. മാക്സിമം മിനിമം ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ഇഫ് എഫ് ഹാസ് എ മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എം ആൻഡ് മിനിമം വാല്യൂ സ്മോൾ എം ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അതായത് എഫിന് മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എമ്മും അതുപോലെ തന്നെ മിനിമം വാല്യൂ സ്മോൾ എമ്മും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ എഫ് ഇൻറ്റഗ്രബിളും ഓവർ എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി, ദെൻ ഈ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യും. എം ഇൻറ്റു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ. ഓക്കെ, അതായത് മിനിമം വാല്യൂ ഇൻറ്റു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് നമ്മളുടെ ഇൻറ്റഗ്രൽ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം. മിനിമം മാക്സിമത്തിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ എന്ത് വരിക, ഇൻറ്റഗ്രൽ വാല്യൂ വരിക എന്നുള്ളതാണ് മാക്സിമം മിനിമം ഇനീക്വാലിറ്റി പറയുന്നത്. നെക്സ്റ്റ് ഡോമിനേഷൻ. ഡോമിനേഷനിൽ പറയുന്നത് ഇന്നീക്വാലിറ്റി വെച്ചിട്ട് തന്നെയാണ്. ഇഫ് എഫ് ജി ആർ ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ് ഇൻ്റർവൽ, എഫും ജിയും ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആണ്, ദെൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി which implies integral a to b f of x dx greater than or equal to integral a to b g of x dx. അതായത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഇൻ പെർട്ടിക്കുലർ നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാം, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, അതായത് ജി ഓഫ് എക്സിന് പകരം ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും പ്രോപ്പർട്ടീസാണ് നമുക്ക് ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിന് വരുന്നത്. ഇതിലെല്ലാതൊന്നും പഠിക്കാനില്ല. ഈ മാക്സിമം മിനിമം ഇനീക്വാലിറ്റി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ജസ്റ്റ് ഈ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ ഉണ്ട് അല്ലേ, തേർഡ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ, ഇതിൻ്റെ പ്രൂഫും കൂടെ ഒന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് റീമാൻ സമ്മി ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ, അതിൻ്റെ പ്രൂഫൊന്നും ആവശ്യമില്ല. അപ്പോൾ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ അതുപോലെ തന്നെ മാക്സിമം മിനിമം ഇനീക്വാലിറ്റി എങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.